നമസ്കാരം. ഐർ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈയിടെ UK-യിലുണ്ടായ ഒരു പ്രശ്നം, ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അതിൽ മൈഗ്രൻസ് ഉണ്ടാക്കിയ ഒരു വലിയ പ്രശ്നം എന്നുള്ള ഒരു പേരിലാണ് അത് പ്രശ്നമുണ്ടായെങ്കിലും അത് വളരെയധികം നമ്മൾ സാധാരണക്കാരായ മലയാളികളെയും ഒക്കെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് അയർലൻഡിൽ സംഭവിക്കാറുണ്ടോ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഈ അടുത്തിടെ തന്നെ നമ്മുടെ ഒരു മലയാളി നാട്ടിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, അയർലൻഡിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് UK-യിലുണ്ടായ ചില പ്രശ്നങ്ങളുടെ ചില നേരിട്ട് അറിവുകളും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് അറിഞ്ഞതും മീഡിയയിലൊക്കെ വന്നതും അയർലൻഡിൽ ഏകദേശം ഒരു 5-6 മാസം മുമ്പ് ഉണ്ടായ ഒരു സംഭവമൊക്കെ ചേർത്താണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. UK-യിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ഷോപ്പുകളിൽ നിന്നൊക്കെ ആൾക്കാർ മോഷണം നടത്തുക. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും ചില ഹർത്താലോ ബന്ധോ അങ്ങനെയൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവിടെയുള്ള ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഒരു 15-നും 20 വയസ്സിനും ഇടയിലുള്ള ആ ഒരു കുട്ടിക്കൂട്ടങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുതലെടുപ്പ് നടത്താനായിട്ട് പിന്നെ ഇതുപോലെയുള്ള ഷോപ്പുകളിലൊക്കെ അതിക്രമം നടത്തുക, സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുക. ഇത് വളരെ ഒരു കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് UK-യിലും അയർലൻഡിലുമൊക്കെ. അതുപോലെ തന്നെ ചില കടകളിൽ കയറി ചിലർ ഐസ്ക്രീം മോഷ്ടിച്ചവർ, തുണി എടുത്തുകൊണ്ട് പോയവർ, ചെറിയ കുറ്റങ്ങൾ നടത്തിയ ആൾക്കാരെ പോലും തെരഞ്ഞു പിടിച്ച് ശിക്ഷിച്ച് 2 വർഷം കുട്ടികളുടെയൊക്കെ പഠനം മുടങ്ങുന്ന രീതിയിലുള്ള അവസ്ഥയിൽ കോടതി, അതായത് 24 മണിക്കൂറിനുള്ളിൽ ഒരു വിചാരണ പൂർത്തിയാക്കി ഇവരെ ജയിലിലടയ്ക്കുന്ന അവസ്ഥയിലേക്ക് UK-യിലെ സംവിധാനം വളരെ ശക്തമായി പ്രവർത്തിച്ചു എന്നുള്ളത് അവരുടെ പുതിയ ഗവൺമെൻറ്റിനൊക്കെ കൂടി, നമ്മുടെ മലയാളി ഉൾപ്പെടുന്ന ഒരു MP ആയിട്ട് ഉൾപ്പെടുന്ന ഒരു പുതിയ ഗവൺമെൻറ്റാണ് UK-യിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അവരുടെയൊക്കെ ഒരു നേട്ടമാണെന്ന് വേണം പറയാൻ. അതിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഒരു മലയാളിയായിട്ടുള്ള ഒരു യുവാവ് ആണെന്ന് തോന്നുന്നു. ഇമിഗ്രൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പലരും, നമ്മൾ നേഴ്സസ്, മറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോലിക്ക് വരുന്നവർ, ഇന്ത്യൻ സ്റ്റുഡൻസ്, മറ്റ് ഏഷ്യക്കാരായിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ തന്നെ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ട് വളരെയധികം പൈസ മുടക്കിയൊക്കെ വന്ന ആൾക്കാരൊക്കെയാണ്. As an immigrant, I am heartbroken. The anti-immigrant protesters should listen to this video. We are immigrants from across the world, continuously strive to support not just the National Health Service, but various sectors across the UK as well. Yet we find ourselves under threat, victims of hate crimes and violations purely because of our immigration status. We are far from criminals. We are hard workers with the families to support, and we are active contributors to British society. സാധാരണ അഭയാർത്ഥികളായിട്ട് കുടിയേറി വരുന്നവരൊക്കെയാണ് കൂടുതലും പിന്നെ ഈ നിയമങ്ങൾ അനുസരിക്കാതെയൊക്കെയുള്ള ഒരു പ്രവർത്തനം. അപ്പോൾ എല്ലാവരെയും ആ ഒരു കണ്ണിൽ, നമ്മൾ എവിടുന്നോ ഒരു രാജ്യത്തിൻ്റെ പ്രശ്നം മൂലം പല രാജ്യങ്ങളിലും അവിടുത്തെ സാമ്പത്തിക മാന്ദ്യം മൂലം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് കപ്പലിലോ ബോട്ടിലോ ഒക്കെ കയറി അതിർത്തി വഴി കടന്നുകൂടുന്ന അനവധി ഇമിഗ്രൻസ് ഉണ്ട്. അവരെയൊക്കെ, നമ്മുടെ എല്ലാവരുടെയും കളർ ഒന്ന് തന്നെ ആയതുകൊണ്ട് ആ കാഴ്ചയിലാണ് അവരും നമ്മളെ കാണുന്നത്. ഒരു ദിവസം ബർത്ത്ഡേ ആഘോഷിച്ച ഒരു പയ്യൻ അന്നത്തെ ദിവസം ഈ കലാപത്തിന് അവൻ്റെ കൂട്ടുകാർ പോയി എന്ന് കണ്ടപ്പോൾ ഒന്ന് ആളാവാൻ വേണ്ടി പോയതാണ്. അവനും പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയപ്പോൾ വളരെ വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് പോയത്. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാർ ചെയ്തു, ഞാനും ചെയ്തു. അങ്ങനെ കലാപത്തിന് ഇറങ്ങി പുറപ്പെട്ടവരൊക്കെ ഇപ്പോൾ അകത്തായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. സാധാരണ രീതിയിൽ യൂറോപ്പിലെ കുട്ടികൾക്കെതിരെ ഒരു കുറ്റവും ചുമത്താൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ അവർ ശിക്ഷിച്ചു. അതിന് താഴെയുള്ള കുട്ടികളെ അവർ വെറുതെ വിട്ടു. അതിന് മാത്രമാണ് നിയമസാധ്യത. എങ്കിലും അവർ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു, ഗവൺമെൻറ് നടപടിയെടുത്തു എന്നുള്ളത് പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അയർലൻഡിലും ഒരു 5-6 മാസം മുമ്പ് ഒരു വിദേശി കുട്ടികൾക്ക് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ ബസ് കത്തിച്ചു, ട്രെയിൻ കത്തിച്ചു, അങ്ങനെ വളരെ വലിയ അതിക്രമങ്ങളും കടയിൽ നിന്നുള്ള മോഷണം ഒക്കെ നമുക്ക് എല്ലാവർക്കും പുറത്തിറങ്ങാനൊക്കെ പേടിയായിരുന്നു. എന്നാൽ ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് അവസാനിച്ചു.
ഇവിടെ എന്നാൽ വലിയ അറസ്റ്റോ ഒക്കെ ഉണ്ടായോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അത് അവസാനിപ്പിച്ചത് ഗവൺമെൻറ്റിൻ്റെ നേട്ടം തന്നെയാണ് പറയാനുള്ളത്. ഇവിടുത്തെ ഗാഡ നമ്മളോടൊക്കെ വളരെ സപ്പോർട്ടിങ് ആണ്. വലിയ വിരട്ടലോ വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമ്മൾ പൊതുജനങ്ങളോടൊക്കെ വളരെ സപ്പോർട്ടിങ് ആണ്. എങ്കിലും ഗാഡയുടെ ഒരു പരിമിതി ഇവിടെയൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗാഡ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞങ്ങളും അബദ്ധത്തിൽ ദുരന്തമുഖത്ത് അകപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ അയർലൻഡിലെ ഗവൺമെൻറ്റിനും ഗാഡയെ ഒക്കെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള ഗാഡയൊക്കെ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ട രീതിയിലുള്ള സാലറി സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഗാഡയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പൊതുവേ നമ്മൾ കുറച്ച് വിഭാഗത്തിൻ്റെ ചില പ്രശ്നങ്ങൾ നമ്മളോടൊക്കെയുള്ള പെരുമാറ്റങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രായമുള്ളവർ പ്രത്യേകിച്ചും വളരെ കൈൻഡാണ്, വളരെ സ്നേഹമുള്ളവരാണ്. കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ച് ഒരു ഹായ് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നമ്മളോട് വളരെ ബഹുമാനത്തോടും, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരോടൊക്കെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഒക്കെ പെരുമാറുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതലും. ആ UK ആ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത ചില തീരുമാനങ്ങളെയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അയർലൻഡിലും അത് നടത്താനായിട്ട് ഒക്കെ കേപ്പബിൾ ആവട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് അയർലൻഡ് സുപ്രഭാതം വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രം ഐറിഷ് ടുഡേ. വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം വിട്ടുപോയി. പോലീസിൻ്റെ അപര്യാപ്തതയിലും അവിടുത്തെ ജനങ്ങൾ ഈ വർണ്ണവെറിയന്മാരെ നേരിടാനായിട്ട് അവിടുത്തെ നല്ലവരായ ജനങ്ങളും നമ്മളെ മനസ്സിലാക്കുന്ന നല്ലവരായ ജനങ്ങളും ഒത്തുകൂടി പോലീസിനെ സപ്പോർട്ട് ചെയ്തു, ക്രിമിനലുകളെ തുരത്തി ഓടിച്ചു എന്നൊക്കെ ഉള്ളത് വളരെ സ്വാഗതാർഹമായി വളരെ അപൂർവമായി നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അവർക്ക് നമ്മൾ പ്രത്യേകിച്ച് നമ്മളുടെ ഭാഗത്തു നിന്ന്, നമ്മളുടെ മലയാളികളുടെ ഇന്ത്യക്കാരുടെയൊക്കെ ഭാഗത്തു നിന്നും ഹൃദയം നിറഞ്ഞ നന്ദി അവർക്ക് UK നല്ലവരായ ആ മനുഷ്യർക്ക് നേർന്നുകൊണ്ട് നമ്മളുടെ അടുത്ത ഒരു വീഡിയോയിൽ UK അയർലൻഡിലെയും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെ, കൾച്ചറൽ അങ്ങനെ മറ്റെന്തൊക്കെ ഡിഫറൻസ് ആണുള്ളത് അതൊക്കെ വിവരിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയും ഉടനെ ഉണ്ടാകുന്നതാണ്. താങ്ക്സ് വെരി മച്ച് ഫോർ വാച്ചിങ്. ഗീവ് യുവർ തംസ് അപ്പ് ആൻഡ് കമന്റ്. താങ്ക്സ് വെരി മച്ച്. വീണ്ടും കാണാം. ബൈ ഫ്രം ഐറിഷ് ടുഡേ.